ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതും വയനാടൻ തുറമാങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം നല്ല മൂപ്പുള്ള പച്ചമാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പം മാങ്ങക്കാലല്ല എന്നറിയാം, അത് കുറച്ച് മുന്നെടുത്ത് വെച്ച് സീസണൽ മാങ്ങകളാണ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ മിട്ടിക്ക് കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ ഓരോന്നോരോന്നായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. മാറ്റി വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ട് സൈഡും മുറിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് മുറിച്ചെടുക്കണ്ട, ആ മാങ്ങേൻ്റെ അണ്ടിയൊക്കെ തന്നെ നിന്നിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് മുറിച്ചിട്ട് ഫുള്ളായിട്ട് ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാ മാങ്ങയിലേക്കും തന്നെ രണ്ട് സൈഡ് മുറിച്ചിട്ട് ഉപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫുള്ള് മാങ്ങയിൽ ഉപ്പ് തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 ദിവസം എന്ത് ചെയ്യുക, നല്ലോണം വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ചുരുങ്ങും. ഉപ്പൊക്കെ അതിൽ പിടിച്ച് നല്ലോണം ചുരുങ്ങും. അപ്പോൾ നമ്മൾ കേട് വരില്ല. നമുക്കിത് കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതുകൊണ്ടാണ് നല്ലോണം ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 5 ദിവസം ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത് 5 ദിവസം കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളപ്പൊടി പോലെ കാണുന്നത് ഉപ്പാണ് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം തരണം, അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പിൻ്റെ പൊടികൾ കാണുന്നത്. അപ്പോൾ ഉണക്കിയെടുത്ത് ഇതിൽ പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോഴാണ് തുറമാങ്ങ കംപ്ലീറ്റ് ആവുക. നമ്മൾ ഉണക്കിയെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ എടുത്തേക്കുന്ന പൊടി എന്ന് പറയുന്നത് എല്ലാ പൊടികളും ഉണക്കി പൊടിച്ചേക്കുന്നതാണ് കേട്ടോ. കുരുമുളക്, ഉലുവ, കടുക്, നല്ല ജീരകം, പെരുംജീരകം, പിന്നെ ഉണക്കി പൊടിച്ചേക്കുന്ന മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. കാരണം നമ്മൾ ഓൾറെഡി മാങ്ങയിൽ ഉപ്പിട്ടതുകൊണ്ട് കുറേ ഉപ്പിടേണ്ട ആവശ്യമില്ല. ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഈ മാങ്ങ നമ്മൾ നല്ലോണം വിനാഗിരിയിലേ സുർക്കം അതിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ആ പൊടിയിലിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ മാങ്ങ എന്ത് ചെയ്യുക, ഈ വിനാഗിരിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല മുക്കി വയ്ക്കാം കേട്ടോ. മുക്കിയിട്ട് ഈ പൊടിയിൽ തേച്ച് കൊടുക്കുക. എല്ലതും ആ പൊടിയിൽ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഒരു 1-2 മാസം കഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ആയി വരുള്ളൂ. നമ്മളിപ്പോൾ തന്നെ എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രസം ഉണ്ടായിരിക്കില്ല. കാരണം ആ പച്ച ചുവ പോലത്തെ ആ പൊടിയുടെ ചുവ ഉണ്ടല്ലോ, കടുകിൻ്റെ ഉലുവിൻ്റെ ചുവയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അത് രസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു 1 month 2 month ഒക്കെ മാക്സിമം ഒരു 10 days ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.